Hello everyone, welcome to HSBot. In HSBot, we'll discuss the topics literature and literary devices. What is literature? Simply put, literature represents the culture and tradition of a language or a people. The concept is difficult to precisely define, though many have tried. It is clear that the accepted definition of literature is constantly changing and evolving. സിമ്പിളായി പറഞ്ഞാൽ ലിറ്ററേച്ചർ ഒരു ലാംഗ്വേജിൻ്റെയോ ഒരു സൊസൈറ്റിയുടെയോ കൾച്ചറിനെയും ട്രഡീഷനെയുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസ്ക്രൈബ് ആൻഡ് ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് ലിറ്ററേച്ചർ. എന്നാലും ലിറ്ററേച്ചർ എന്ന ആ ഒരു കൺസെപ്റ്റിന് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പുട്ട് ഓൺ ചേഞ്ചിങ് ആൻഡ് ഇവോൾവിങ് ഓവർ ടൈം. Literary means not only what is written, but what is voiced, what is expressed, what is invented in whatever form. Literature എന്ന് പറയുന്നത് പോയട്രി, പ്രോസ്, ഡ്രാമ ഇങ്ങനെയുള്ള റൈറ്റിംഗ്സ് മാത്രമല്ല. നമ്മൾ ശബ്ദമുയർത്തുന്നതും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതും ഇൻവെൻറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഏത് ഫോമിലും ആയിക്കൊള്ളട്ടെ. ആൻഡ് ദാറ്റ് ഓൾ ആർ ലിറ്ററേച്ചർ. For many, the word literature suggests a higher art form. Merely putting words on a page doesn't necessarily equate to creating literature. ഒരു പേജ് എടുത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ അത് ലിറ്ററേച്ചർ ആവില്ല. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ഹയർ ആർട്ട് ഫോമാണ്. Works of literature provide a sketch of human society. Literature is more than just a historical or cultural artifact. It can serve as an introduction to a new world of experience. ഓരോ കൃതികൾ എടുത്തു നോക്കിയാലും അവ അതത് കാലഘട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഒരു ബ്ലൂ പ്രിൻ്റാണ് നമ്മുടെ സമൂഹത്തിൻ്റെ. ഉദാഹരണമായി പറഞ്ഞാൽ ഏൻഷ്യൻ സിവിലൈസേഷൻ തൊട്ട് ഗ്രീക്ക് ഫിലോസഫി, ഗ്രീക്ക് പോയട്രി വരെയുള്ള ഒരു കാലഘട്ടത്തിലെ റൈറ്റിംഗ്സ്, അല്ലെങ്കിൽ ഹോമറിൻ്റെ എപ്പിക്സ് തൊട്ട് വില്യം ഷേക്സ്പിയർ വരെയുള്ള കാലഘട്ടത്തിലെ റൈറ്റിംഗ്സ്, അതുമല്ലെങ്കിൽ ജെയിൻ ഓസ്റ്റീൻ, ചാർലോട്ട് ബ്രോണ്ടെ ഇവർ മുതൽ മായ ഏഞ്ചലോ വരെയുള്ള കാലഘട്ടങ്ങളിലെ റൈറ്റിംഗ്സ്, ഇതെല്ലാം അതത് കാലഘട്ടത്തിലെ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിഷയങ്ങളെയും ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവയാണ്. ആയതുകൊണ്ട് തന്നെ ദീസ് വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ ഗീവ് ഇൻസൈറ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ടു ഓൾ ദ വേൾഡ്സ് സൊസൈറ്റീസ്. We discover meaning in literature by looking at what the author writes and how the writer sees it. We may interpret the piece of work by examining the words he or she chooses in a given work, or observing which character or voice serves as the connection to the society. എഴുത്തുകാരനോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയും. ഒരു ഓഥർ എന്താണ് എഴുതുന്നത്, അത് എങ്ങനെ പറയുന്നു, അത് ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ വർക്കിനോടൊപ്പം ആഴത്തിൽ സഞ്ചരിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ആ വർക്കിൻ്റെ ഡീപ്പർ ലെവലിലുള്ള മീനിങ് കണ്ടെത്താൻ കഴിയും. Whatever critical paradigms we use to discuss
and analyze a piece of work, literature is important to us because it speaks to us, it is universal. Literature is the most influential cultural figure now alive. ഒരു വർക്കിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ ഡെപ്തും മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ലിറ്റററി തിയറീസും അപ്രോച്ചസും ഒക്കെ ഉണ്ട്. ഇവ യൂസ് ചെയ്ത് വർക്ക്സിനെ അനലൈസ് ചെയ്താലും ഇല്ലെങ്കിലും it is literature and it is important to us and it affects us on a deeply personal level. To discuss and analyze literature, it is important to know some of the basic terms and expressions used within the subject area. ലിറ്ററേച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒരു വർക്ക്സ് വിശകലനം ചെയ്യാനുമൊക്കെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ഏരിയയിൽ ഉപയോഗിക്കുന്ന ചില ബേസിക് ടേംസും എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ട്. അവ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ ലിറ്ററേച്ചറിൽ ഉപയോഗിച്ചു പോരുന്ന കുറച്ച് ഡിവൈസസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. What are literary devices? Literary devices are techniques that writers use to express their ideas and enhance their writing. Literary devices highlight important concepts in a text, strengthen the narrative, and help readers connect to the characters and themes. റൈറ്റേഴ്സ് അവരുടെ റൈറ്റിംഗ്സിൽ ഉപയോഗിച്ചിട്ടുള്ള ഐഡിയാസ്, കോൺസെപ്റ്റ്സ് ഇവയൊക്കെ എളുപ്പത്തിൽ വായനക്കാരിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സിനെയാണ് ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത്. ഇത്തരം ഡിവൈസസ് ആ ഒരു നെറേറ്റീവിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ യുവർ ചീക്സ് ആർ റെഡ് ലൈക്ക് എ റോസ്, ഇതൊരു ലിറ്റററി ഡിവൈസ് ആണ്. സിമിലി ആൻഡ് ഇറ്റ് മീൻസ് ദർ ഇസ് എ ഗ്ലോ ഓൺ ഹർ ചീക്സ് ആസ് ഇറ്റ് ലുക്ക് ലൈക്ക് റോസ്. അതായത് എളുപ്പത്തിൽ റീഡേഴ്സിൻ്റെ ഇടയിലേക്ക് ആശയങ്ങളെ എത്തിക്കാൻ സാധിക്കും എന്നതാണ് ലിറ്റററി ഡിവൈസസിൻ്റെ പ്രത്യേകത. Literary devices are the peculiar structures used by the writers in their works in order to convey their messages in a simple manner to the readers. റൈറ്റേഴ്സ് അവരുടെ ആശയങ്ങളെയും മറ്റും വായനക്കാരിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടി അവരുടെ വർക്ക്സിൽ ഉപയോഗിക്കുന്ന കുറച്ചധികം ഡിവൈസസിനെയാണ് ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത്. The various literary devices used in English literature are, ഞാനിവിടെ 10 ലിറ്റററി ഡിവൈസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Alliteration. It is a device in which a number of words having the same first consonant sound occur close together in a series. Example, while I nodded, nearly napping, suddenly there came a tapping. ഇവിടെ ഈ സീരീസിൽ കണ്ടിന്യൂസ് ആയി വരുന്ന കുറച്ച് വേർഡ്സിൻ്റെ ഫസ്റ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് ഒരു കൺസണൻറ്റ് സൗണ്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. ഒരു സീരീസിൽ കണ്ടിന്യൂസ് ആയി വരുന്ന വേർഡ്സിൻ്റെ ഫസ്റ്റ് സൗണ്ട് സിമിലർ കൺസണൻറ്റ് സൗണ്ടായി വരുന്നതിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. Analogy. An analogy is saying something is like something else to make some sort of explanatory point. You can use metaphors and similes when creating an analogy. A metaphor is an implied comparison, while a simile is a direct comparison using the words like or as. ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു ആശയത്തെയോ മറ്റൊന്നുമായി കമ്പയർ ചെയ്യുന്നതിനെയാണ് അനലോഗി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മെറ്റഫറും സിമിലിയും രണ്ട് അനലോഗീസാണ്.
മെറ്റഫർ എന്ന് പറയുന്നത് ഒരു ഇംപ്ലൈഡ് കമ്പാരിസൺ ആണെങ്കിൽ സിമിലി ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. എ സിമിലി ഇസ് എ കമ്പാരിസൺ ഓഫ് ടു ഡിഫറെൻറ്റ് തിങ്സ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ്. ലൈക്കോ ആസോ യൂസ് ചെയ്ത് രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഓൺ ഹെർ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ജെയിൻ വാസ് ആസ് കൂൾ ആസ് കുക്കുംബർ. ഇവിടെ ജെയിനിനെ കുക്കുംബറിനോടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. Metaphor, a comparison of two different things that doesn't use the words like or as. Example, No has a heart of a lion. ഇവിടെ ലൈക്കോ ആസോ ഉപയോഗിക്കാതെ രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. അതിനെയാണ് മെറ്റഫർ എന്ന് പറയുന്നത്. Anaphora, in writing or speech, the deliberate repetition of the first part of the sentence in order to achieve an artistic effect is known as anaphora. ഒരു സെൻറ്റൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ക്ലോസസിൻ്റെയോ തൊട്ട് മുമ്പിലായി ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അനഫോറ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള റിപ്പീറ്റേഷൻ ആ ഒരു വേർഡിനോ അല്ലെങ്കിൽ ആ ഫ്രേസിനോ കൂടുതൽ ഊന്നൽ നൽകും and making it more memorable and enjoyable to read. Example, my life is my purpose, my life is my goal, my life is my inspiration. Here the repeated word is my life. Aphorism. An aphorism is a wisdom-filled statement or observation that conveys a general truth about the world. Writers often create a general statements in their text in order to convey a moral or philosophical idea they hold to be universally true. Aphoristic statements അവ സാധാരണയായി റൈറ്റിംഗ്സിലും നമ്മുടെ ഡെയിലി കോൺവെർസേഷനിലുമൊക്കെ ഉപയോഗിക്കുന്നതാണ്. മലയാളത്തിൽ ഇതിനെ ചൊല്ലി എന്ന് പറയും. അനുഭവമാണ് മഹാഗുരു, ഇതൊരു ചൊല്ലാണ്. അഫോറിസം എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഹ്യൂമർ ഉണ്ടാവും, എന്നാൽ ഒരു ജനറൽ ട്രൂത്തും. ഫ്രാൻസിസ് ബക്കന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വളരെയേറെ ശ്രദ്ധേയമാണ്. Oxymoron, a figure of speech in which nearly contradictory terms appear in conjunction. Opposite words, പരസ്പര വിരുദ്ധമായ വാക്യങ്ങൾ ഒരുമിച്ച് വരുന്നതിനെയാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ബ്യൂട്ടിഫുൾ ഡെത്ത്. രണ്ട് വിരുദ്ധമായ വാക്യങ്ങളാണ് ബ്യൂട്ടിഫുൾ ആൻഡ് ഡെത്ത്. ഇവ ഒരുമിച്ച് വരുമ്പോഴാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള മറ്റു ഓക്സിമോറോണുകളാണ് സ്മാൾ ക്രൗഡ്, ക്ലൈം ടൗൺ, ഫ്രഷ് ഫ്രോസൺ ആൻഡ് പ്ലാസ്റ്റിക് ഗ്ലാസസ്. ഓണമറ്റോപ്പിയ. It means the imitation of the sound. When a pronounced word sounds like the sound the word means, it is called an onomatopoeia. ശബ്ദത്തിന്റെ അനുകരണം എന്നാണ് ഇതിന്റെ അർത്ഥം. Example, buzz. Here, when the word buzz is pronounced, it sounds like a buzz. തേനീച്ചകൾ ഉണ്ടാക്കുന്ന ശബ്ദത്തെ അനുകരിച്ചു വന്നിട്ടുള്ള ഒരു വേർഡ് ആണ് ബസ്. ഇത്തരത്തിലുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ് ദ കോൺ വെന്റ് പോപ്പ് ഇൻ ദ മൈക്രോവേവ്. കോൺ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തെ അനുകരിച്ചു വന്നിട്ടുള്ള വേർഡ് ആണ് പോപ്പ്. ദ കോൺ വെന്റ് പോപ്പ് ഇൻ ദ മൈക്രോവേവ്. Eulogy. A eulogy is essentially a way of saying farewell to a person who has passed away by expressing and sharing thoughts, feelings, and experiences that honor and respect the deceased. They can be written in many different ways depending on the person and the circumstances. ഇതൊരു ഒറേഷനാണ്. യുലജി എന്ന് പറയുന്നത് മരണപ്പെട്ട ഒരാളുടെ സംസ്കാര ചടങ്ങിൽ അയാൾക്ക് നൽകുന്ന ഒരു ഫെയർവെൽ ആണ്. അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾ, അയാളോടൊപ്പമുള്ള അനുഭവങ്ങൾ, അയാളുടെ ജീവിത കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്
കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ പ്രീസ്റ്റോ നടത്തുന്ന ഒരു പ്രസംഗമാണ് യുളജി. Elegy. The word elegy comes from the Greek word elegia, which means lament. An elegy is a mournful poem usually written in remembrance of a lost one for a funeral or as a lament. An elegy tells the tragic story of an individual or an individual's loss. വിലാപഗാനം. വേണ്ടപ്പെട്ട ഒരാളുടെ വേർപാടിൽ എഴുതുന്ന ഒരു കവിത, അതാണ് എലജി. Example, Elegy written in Country Churchyard by Thomas Gray. In Memoriam by Tennyson. Conceit. Conceit is a figure of speech in which two vastly different objects are likened together with the help of similes or metaphors. ഒട്ടും സാദൃശ്യം പറയാൻ കഴിയാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് കോൺസെയ്റ്റ് എന്ന് പറയുന്നത്. It compares two dissimilar things. Example, John Dennന്റെ A Valediction Forbidding Morning. ഇത് കോൺസെയ്റ്റിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇതിൽ ജോൺ ഡെന്നിനെയും അദ്ദേഹത്തിന്റെ ലവറെയും കോമസിന്റെ രണ്ട് കാലുകളുമായാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. Hyperbole. Hyperbole, derived from a Greek word meaning overcasting, is a figure of speech that involves an exaggeration of ideas for the sake of emphasis. ഇത് നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷന് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. നമ്മളൊരു ഫ്രണ്ടിനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയാൽ പറയും, ഇത്ര കാലമായി നിന്നെ കണ്ടിട്ട്. സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിത്. ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കൂടുതൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ആശയത്തെ എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കുക, അതാണ് ഹൈപ്പർബോൾ. സോ താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ വേണ്ടി എജു സ്പോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.